പത്തനംതിട്ടയിൽ വനപാലകരെ കയ്യേറ്റം ചെയ്തതിൽ CPIM പ്രവർത്തകർക്കെതിരെ കേസ്. പരാതി നൽകി 4-ാം ദിവസമാണ് ചിറ്റാർ പോലീസ് കേസെടുത്തത്. 12 പേരാണ് പ്രതികൾ. വനിതാ ജീവനക്കാരിയുടെ കൈ പിടിച്ച് തിരിച്ചുവെന്ന് FIR-ൽ പറയുന്നു. പ്രവീൺ പുരുഷോത്തമൻ നൽകും വിവരങ്ങൾ. പ്രവീൺ, ലേറ്റായി, പക്ഷേ നടപടിയിലേക്ക് കടക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അതേ സുജയ, ഒടുവിൽ പോലീസ് നടപടി എടുക്കേണ്ടി വന്നു. കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ട കൊച്ചുകോയിക്കൽ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം, അവിടെ നിന്നും ഒരു ഫോറസ്റ്റ് സ്റ്റേഷന് ഒരു 2 കിലോമീറ്റർ ദൂരം ആക്രമിച്ച് ഒരു സംഘം ആളുകൾ വനപാലകരെ ആക്രമിച്ചത്. ഇവർ പട്രോളിംഗ് നടത്തുന്നതിനിടെ റോഡരികിൽ തടി കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടു വനപാലകർ. ഡ്യൂട്ടിയുടെ ഭാഗമായി അവർ വാഹനം അവിടെ നിർത്തി ഈ തടി പരിശോധിക്കാൻ എത്തിയപ്പോൾ അവിടെയുണ്ടായിരുന്ന ആളുകൾ വനപാലകരെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു. വനിതാ ഓഫീസർ അടക്കമുള്ളവർക്കാണ് ഇതിൽ പരിക്കേറ്റത്. വനിതാ ജീവനക്കാരിയുടെ കൈ പിടിച്ച് തിരിക്കുകയും ചെയ്തു. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഒടുവിൽ വനപാലകർ അവരുടെ ജീപ്പിൽ കയറിയ സ്ഥലത്തു നിന്നും രക്ഷപ്പെടുകയായിരുന്നു. അന്ന് തന്നെ ചിറ്റാർ പോലീസ് സ്റ്റേഷനിൽ ഈ സംഭവം സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. പക്ഷെ ആദ്യഘട്ടത്തിൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല. ഒരു CPIM-ന്റെ പ്രാദേശിക നേതാവ് ഉൾപ്പെടെ 12ഓളം പേരാണ് ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിരുന്നത്. ഏതായാലും ഇപ്പോൾ ചിറ്റാർ പോലീസ് 12 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ CPIM പ്രാദേശിക നേതാവ് ഉൾപ്പെടെ 12 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. സുജയ. ഓക്കെ, പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്.